ക്യാബേജ്, ബീൻസ്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, ക്യാരറ്റ്, സബോള, പിന്നെ പഞ്ചസാര, റെഡ് സോസ്, ഗ്രീൻ സോസ്, സോയ സോസ്, കോൺഫ്ലവർ, ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മള് അമേരിക്കൻ ചോപ്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി കുറച്ചു നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് നൂഡിൽസ് അതിലോട്ടിടുക, ഹക്ക നൂഡിൽസ് അതിലോട്ടിടുക. എല്ലാതും ഇതേപോലെ തന്നെ ഊറ്റിയിട്ട് എടുത്തിടുക. ചിക്കൻ നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം ഊറ്റി എടുക്കാം. ചിക്കൻ ഊറ്റിയെടുക്കാം. നൂഡിൽസ് മാറ്റി വെച്ചേക്കാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കാണ്. നന്നായിട്ട് വറുത്തെടുക്കാണ് നൂഡിൽസ്, ഹക്ക നൂഡിൽസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. മസാലപ്പൊടി, അതിന്റെ നൂഡിൽസിന്റെ ഒപ്പം കിട്ടുന്ന മസാലപ്പൊടി ഇതിൽ ഒരു കാരണവശാലും ചേർക്കരുത്. നമ്മള് നൂഡിൽസ് നന്നായിട്ട് വറുത്ത് എടുക്കാണ്. വറുത്തെടുത്തതിന്റെ ഒരു സാമ്പിളാണ്. ഇതേപോലെ വറുത്തെടുത്ത് ഒരു കാസറോളോ അല്ലെങ്കിൽ ചൂടാറാത്ത ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. ചിക്കൻ പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടും. ആദ്യം വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ സബോള കുറേശ്ശിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സബോള നന്നായി വാട്ടി പച്ച വിട്ടതിന് ശേഷം ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ക്യാപ്സിക്കം പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ വേവിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ചിക്കനിന് വേവിച്ചെടുത്ത വെള്ളം ഉണ്ടായിരുന്നു, അത് കളയാണ്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പച്ചക്കറിയിലേക്ക് ഒഴിക്കുക. സ്വല്പം ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇറച്ചി പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് കുറേശ്ശെ ഒരു ലേശം കുരുമുളക് ഇടുക. രണ്ട് ടീസ്പൂൺ പഞ്ചസാര, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡ് സോസ് നന്നായിട്ട് ഒരു ടീസ്പൂൺ കൂടി കൂടുതൽ ഇട്ടുകഴിഞ്ഞെങ്കിൽ ഒന്നുകൂടി രുചി കൂടും. അപ്പോൾ നമുക്കത് ഒന്നുകൂടി രുചി കൂട്ടാനായിട്ട് നമുക്ക് റെഡ് സോസ് കുറച്ചും കൂടി ഒരു ടീസ്പൂൺ കൂടി ഇട്ട് മിക്സ് ചെയ്യും. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുക. ഇത് നല്ല കട്ടി കിട്ടാനും കൊഴുപ്പ് കിട്ടാനും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ കോൺഫ്ലവർ നന്നായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് മിക്സ് ചെയ്തു. നോക്കിയിട്ട് നിങ്ങൾ പരിഭ്രാന്തരാവണ്ട. കളർ പൊടി ഇട്ടിട്ടാണ് റെഡ് കളർ വരുന്നത്. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കളറാണ്. നിങ്ങളും പരീക്ഷിക്കണം വീടുകളിൽ. അപ്പൊ നിങ്ങളും ഇതിന് മേലെ നമുക്ക് വേണമെങ്കിൽ മുട്ട ബുൾസായി ആക്കിയിട്ട് ഇതിന് മേലെ ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ സൈഡിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ അമേരിക്കൻ ചോപ്സ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും രുചിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.